മലയാളത്തിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോക്ക് അബ്സോർബറിൻ്റെ പാർട്സുകളാണ്. അതിൽ നമുക്ക് തേർഡ് പാർട്ട് സ്പ്രിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ സ്പ്രിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 6 സ്പൈറലുള്ള ഒരു സ്പ്രിംഗ് ആണ്. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ഫയൽ ന്യൂ സ്റ്റാൻഡേർഡ് ഓക്കെ. 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എക്സെറ്റ് പ്ലെയിൻ എടുക്കുന്നുണ്ട്. ആദ്യം ഒരു സെൻറ്റർ ലൈൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് സെൻറ്റർ ലൈനിൻ്റെ ലെങ്ത്ത് 99.9 mm. റൈറ്റ് ക്ലിക്ക് ഓക്കെ. ഇത് ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എഗെയിൻ നിങ്ങൾക്ക് അതിൻ്റെ അതേ പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സർക്കിളിൻ്റെ ലെങ്ത് വന്നിട്ട് 7.2 mm. അതിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് വന്നിട്ട് 15 mm. ഒരു കൺസ്ട്രെയിൻ ആഡ് ചെയ്യാം. ഹൊറിസോണ്ടൽ കൺസ്ട്രെയിൻ. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ചിൽ കോയിൽ സെലക്ട് ചെയ്തിട്ട് ആക്സിസ് ഈ സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്യാം. കോയിൽ വന്നിട്ട് പിച്ച് ആൻഡ് ഹൈറ്റ് കൊടുക്കാം. റെവല്യൂഷൻ ആൻഡ് ഹൈറ്റ് കൊടുക്കാം. നമുക്ക് 6 റെവല്യൂഷൻ ആണ് വേണ്ടത്. ഹൈറ്റ് വന്നിട്ട് 100 mm. ഓക്കെ. അപ്പോൾ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു കട്ട് കൊടുക്കണം. ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ നമുക്ക് എവിടെയും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു കട്ടിങ് കൊടുക്കണം. അതിന് നമുക്ക് ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് നമുക്ക് അതിന് ഇതിലൊരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്ന ഈ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് കൊടുത്ത് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഈ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് കൊടുക്കുക. ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനേക്കാൾ ഒരു വലിയൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്ലൈ ഡൺ. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡിൽ കട്ട് ഓക്കെ. ഈ വിസിബിലിറ്റി അൺചെക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഡൗൺ സൈഡും ചെയ്യാം. ലൈൻ എടുക്കാം. പോയിന്റ് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ. അതേ ആ പ്ലെയിൻ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. സർക്കിൾ സെൻറ്റർ പോയിന്റിന് ഒരു ബിഗർ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്ലൈ ഡൺ. ഫിനിഷ് സ്കെച്ച് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് കട്ട് അപ്പർ സൈഡ്. ഓക്കെ. നമുക്ക് ഈ പ്ലെയിൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വിസിബിലിറ്റി അൺചെക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു കളർ മെറ്റീരിയൽ ആഡ് ചെയ്യാം. ആദ്യം ഞാനിവിടെ അലുമിനിയം ആഡ് ചെയ്തിട്ടുണ്ട്. അലുമിനിയം പോളിഷ്ഡ് അലുമിനിയം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കളർ കുറച്ച് ഫേസ് സെലക്ട് ചെയ്തിട്ട് കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ഓറഞ്ച് ഇരുന്നോട്ടെ. എന്ത് വേണമെങ്കിൽ കളർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു റെഡ് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇനി ലാസ്റ്റ് പാർട്ട് നെട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.